പ്പെടുത്തുമ്പോ അല്ലാഹുവേ നല്ല കൃഷിയിടത്തിൽ നിന്ന് വിളഞ്ഞവര് വിളവിനെ പറഞ്ഞു തരട്ടെ. ഒരു നല്ല ഉമ്മയുടെ വയറ്റിൽ പിറന്ന ഒരു പൊന്നുമോനെ ഞാൻ പറഞ്ഞു തരട്ടെ. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, സാബിത്ത് ബിൻ ഇബ്രാഹിം എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. പൊന്നുമോര് അല്ലാഹുവിനെ വല്ലാത്ത പേടിയാ. യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന കാണാനഴകുള്ള സുന്ദരനായ ചെറുപ്പക്കാരനാ. അല്ലാഹുവിനെ വല്ലാത്ത പേടിയാട്. പാവപ്പെട്ടവനാട് പടച്ചവനെ വിശപ്പ് സഹിക്കാൻ കഴിയാതെ കിടന്നിട്ട് ഉറക്കം വരാതെ സാബിത്ത് ബിൻ ഇബ്രാഹിം എന്ന് പറയുന്ന ചെറുപ്പക്കാരനുണ്ടല്ലോ. അല്ലാഹുവേ വീട് വിട്ടിറങ്ങുകയാണ്. ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞു നടക്കുകയാണ്. അവസാനം നടന്ന് തളർന്നിട്ട് ഒരു ഒഴുക്കുള്ള പുഴയുടെ ചാരത്തിങ്ങനെ തളർന്നു കിടക്കുകയാ. വിശപ്പ് സഹിക്കാൻ കഴിയാതെ ഒരു പുഴയുടെ ചാരത്തിങ്ങനെ തളർന്നു കിടക്കുമ്പോ അല്ലാഹുവേ വെള്ളത്തിലൂടെ ഒരാപ്പിൾ ഇങ്ങനെ ഒഴുകി വരികയാണ്. സാബിത്ത് ബിൻ ഇബ്രാഹിം ഇങ്ങനെ നോക്കുമ്പോ വെള്ളത്തിലൂടെ ഒരാപ്പിൾ ഇങ്ങനെ ഒഴുകി വരികയാ. വിശപ്പിന്റെ കാഠിന്യത്താൽ സാബിത്ത് ബിൻ ഇബ്രാഹിം എന്ന് പറയുന്ന ചെറുപ്പക്കാർ അറിയാതെ ആപ്പിളങ്ങെടുക്കുകയാ. വിശപ്പിന്റെ കാഠിന്യത്താൽ അങ്ങ് കഴിക്കുകയാണ്. തഥാ പകുതി തന്റെ വയറ്റിന്റെ ഉള്ളിലേക്ക് കടന്നു ചെന്നു. പകുതി തന്റെ ആമാശയത്തിലേക്ക് പോയി. അപ്പോഴാണ് പടച്ചവനെ ബുദ്ധിവർക്ക് ചെയ്യുന്നത്. അല്ലാഹുവേ ഈ തിന്നത് ഹറാമാണല്ലോ പടച്ചവര്. ആരുടേതാണെന്നറിയില്ലല്ലോ പടച്ചവര്. അനുവാദം ചോദിച്ചില്ലല്ലോ പടച്ചവര്. ഹസുറത്തുന്യാ വല്ലാഹിറ. എന്റെ ദുനിയാവും ആഖിറതും നഷ്ടപ്പെട്ടു പോയല്ലോ പടച്ചവര്. വെള്ളത്തിലൂടെ ഒഴുകി വന്നവരാപ്പിള് വിശന്ന് തളർന്നു കിടക്കുമ്പോ എടുത്ത് കടിച്ചു പോയതിന്റെ പേരിൽ തലയിലൂടെ മണ്ണുവാരി കിട്ടാ ചെറുപ്പക്കാർ നിന്ന് കരയുകയാ. ജനങ്ങളെ മുഴുവനും അത്ഭുതത്തോടെ നോക്കുകയാണ്. ഇവന് ഭ്രാന്ത് പിടിച്ചോ എന്ന് ജനങ്ങൾ ഇങ്ങനെ നോക്കുകയാ. അവസാനം സാബിത്ത് ബിൻ ഇബ്രാഹിം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ എഴുന്നേറ്റ് ഓടുകയാണ്. പൊട്ടിക്കരഞ്ഞുകൊണ്ട് വിളിച്ചു കൂടിയിട്ട് എന്റെ നാശമേ, എന്റെ നാശമേ, ഞാൻ നശിച്ചു പോയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് വെള്ളത്തിന്റെ ആ പുഴയുടെ ചാരത്തുകൂടെ ഓടുകയാണ്. അല്ലാഹുവേ ഓടി അവസാനം ഒരു ആപ്പിള തോട്ടത്തിലേക്ക് കടന്നു ചെല്ലുകയാ. ആ ആപ്പിൾ ഏത് തോട്ടത്തിൽ നിന്നാണ് വീണതെന്ന് കണ്ടുപിടിക്കുകയാ. ഓടിച്ചെന്ന് നോക്കുമ്പോ അതിനകത്തൊരു മനുഷ്യനിരിക്കുകയാണ്. സാബിത്ത് കരഞ്ഞുകൊണ്ട് ചോദിച്ചു, എനിക്കൊന്ന് പൊരുത്തം തരുവോ? വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് അറിയാതെ തിന്നുപോയതാ. അവിടെ കിടന്ന് പൊട്ടിക്കിറങ്ങി അരിക്കുമ്പോ ആ മനുഷ്യൻ പറഞ്ഞു, സാബിത്ത് ഞാനിവിടുത്തെ വേലക്കാരനാ, ഞാനിവിടുത്തെ ജോലിക്കാരനാണ്. എന്റെ യജമാനന്റെ വീട്ടിലെത്തണമെങ്കിൽ 3 ദിവസം രാവും പകലും നടന്നാല് എന്റെ യജമാനന്റെ വീട്ടിലെത്തൂ. സാബിത്ത് പറയുന്നു, 3 അല്ല 300 കൊല്ലം നടക്കേണ്ടി വന്നാൽ നടക്കാനാ തയ്യാറാ. അവസാനം അതാ കടിച്ചുപോയ ആപ്പിളും കയ്യിൽ പിടിച്ചിട്ട് അതിന്റെ പകുതിയും കയ്യിൽ പിടിച്ചിട്ട് കരഞ്ഞു വിളിച്ചുകൊണ്ട് സാബിത്ത് ബിൻ ഇബ്രാഹിം എന്ന് പറയുന്ന ചെറുപ്പക്കാർ രാവും പകലും കരഞ്ഞുകൊണ്ട് നടക്കുകയാ. അവസാനം നടന്നു പടച്ചവരെ ആ തോട്ടത്തിന്റെ യജമാനന്റെ വീടിന്റെ മുന്നിലേക്ക് കടന്നു ചെല്ലുകയാണ്. അവിടേക്ക് കടന്നു ചെന്നു. ആ മനുഷ്യന്റെ മുന്നിൽ ചെന്നിട്ട് പൊട്ടിക്കരയുകയാ. അവിടെ ചെന്ന് പൊട്ടിക്കരയുകയാണ്, എനിക്കൊന്ന് പൊരുത്തപ്പെട്ടു തരണേ. അവിടെ കടന്ന് അവസാന കടന്നുകൊണ്ട് ചോദിക്കുമ്പോ ആ മനുഷ്യന് മനസ്സിലായി, ഇവന് സാധാരണ ഒരു ചെറുപ്പക്കാരനല്ല, ഇവന് സാധാരണ ഒരു മനുഷ്യനല്ല. ആ മനുഷ്യൻ പറഞ്ഞു, സാബിത്ത് നിന്റെ വയറ്റിന്റെ ഉള്ളിലേക്ക് കടന്നുപോയാ പകുതി ആപ്പിൾ ഞാൻ പൊരുത്തപ്പെട്ടു തരണമെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട് സാബിത്ത്. സാബിത്ത് ബിൻ ഇബ്രാഹിം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പറയുകയാണ്, എന്തിനും ഞാൻ തയ്യാറാ, എന്തിനും ഞാൻ തയ്യാറാ. ആ മനുഷ്യൻ പറഞ്ഞു, എനിക്കൊരു പൊന്നുമോളുണ്ട്, നീ അവളെ വിവാഹം കഴിക്കണം. അവൾക്കാണെങ്കിൽ കണ്ണിന് കാഴ്ചയില്ല, അവൾക്ക് ചെവിക്ക് കേൾവിയില്ല, അവൾക്ക് നടക്കാൻ കഴിവില്ല, അവളാണെങ്കിൽ സൗന്ദര്യമില്ലാത്തവളാണ്. സാബിത്ത് ബിൻ ഇബ്രാഹിം പറയുകയാ, എനിക്കാ പെണ്ണിനെ കാണണമെന്ന് പോലുമില്ല.
വിവാഹം കഴിക്കാൻ തയ്യാറാ, നിങ്ങൾ എനിക്കൊന്ന് പൊരുത്തപ്പെട്ടു തന്നാ മതി. അവസാനം എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, സാബിത്ത് ബിൻ ഇബ്രാഹിം എന്ന് പറയുന്ന കാണാനിടവുള്ള സുന്ദരനായ യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ചെറുപ്പക്കാർ വിവാഹം കിടഞ്ഞ് മണിയറക്കകത്തേക്ക് കടന്നു ചെല്ലുമ്പോ തന്റെ കാഴ്ച എന്തെന്നറിയുമോ? കാണാനിടകുള്ള സുന്ദരിയായ ഒരു പെണ്ണിങ്ങനെ മണിയറക്കകത്ത് ഒരുങ്ങിയിരിക്കുകയാണ്. സാബിത്ത് ചോദിച്ചു, എന്റെ ഭാര്യ എവിടെ? കണ്ണ് കാണാത്ത, ചെവി കേൾക്കാത്ത, നടക്കാൻ കഴിവില്ലാത്ത, സൗന്ദര്യമില്ലാത്ത എന്റെ പ്രിയപ്പെട്ട ഭാര്യ എവിടെ എന്ന് ചോദിക്കുമ്പോ ആ പെണ്ണ് പറയുന്നു, സാബിത്തേ, ഞാനാണ് നിന്റെ ഭാര്യ. അല്ലാഹുവേ, എന്റെ വാപ്പ എന്റെ കണ്ണിന് കാഴ്ചയില്ലെന്ന് പറയാറുള്ള കാരണം എന്തെന്നറിയുമോ? അല്ലാഹു കാണല്ലേ, അല്ലാഹു കാണരുതെന്ന് പറഞ്ഞ ഒരു കാര്യവും ഇന്ന് വരെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല സാബിത്ത്. അല്ലാഹുവേ, അല്ലാഹുവേ, എടുക്കരുതെന്ന് പറഞ്ഞ ഒരു സാധനം, ഹറാമായ ഒരു കാര്യം ഇന്ന് വരെ ഞാൻ എന്റെ കൈ കൊണ്ടെടുത്തിട്ടില്ല. പോകരുതേ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഓർമ്മ വെച്ച കാലം മുതൽ എന്റെ കാലുകൊണ്ട് ഞാൻ നടന്നിട്ടില്ല. അതുകൊണ്ടാണ് എന്റെ വാപ്പ ഇങ്ങനെ പറഞ്ഞതെന്ന് പറയുമ്പോ അല്ലാഹനെ പേടിച്ച് ജീവിക്കുന്ന ഒരു പെണ്ണായിരുന്നു, അല്ലാഹനെ പേടിച്ച് ജീവിക്കുന്ന ഒരു പെണ്ണായിരുന്നു. അല്ലാഹുവേ, വെള്ളത്തിലൂടെ ഒഴുകി വന്ന ആപ്പിളിന്റെ പൊരുത്തം ചോദിക്കാൻ പോയ ചെറുപ്പക്കാരൻ, ഇവർ രണ്ടുപേരും കൂടെ ഒരു വിത്തിറക്കി, ഇവർ രണ്ടുപേരും കൂടെ ഒരു കൃഷി ഇറക്കി. ആ കൃഷിയിടത്തിൽ ഒരു വിളവ് കിട്ടി. ആ വിളവാരം അറിയുമോ? ആ ഉമ്മയുടെ വയറ്റിൽ പിറന്ന മകന്റെ പേരെന്തെന്നറിയുമോ? ആ വാപ്പയ്ക്കും ഉമ്മയ്ക്കും ജനിച്ച ഒരു മകനുണ്ട്. ആ മകന്റെ പേരെന്തെന്നറിയുമോ? മഹാനായ ഇമാമുനാ അബൂ ഹനീഫ. ആ കൃഷിയിടത്തിൽ നിന്ന് കിട്ടിയ വിളവാ. ആ ഉമ്മയുടെ വയറ്റിൽ പിറന്ന മകനാണ് അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, എന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന ഒരു മകൻ നിനക്ക് വേണോ? ഒരു സാലിഹായ പൊന്നുമോള് നിനക്ക് വേണോ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, പെണ്ണ് കെട്ടാനിരിക്കുന്ന ചെറുപ്പക്കാരാ, മക്കളെ കെട്ടിച്ചു കൊടുക്കാനിരിക്കുന്ന മാതാപിതാക്കളെ, നീ കെട്ടാ പോകുന്ന പെണ്ണിന് ദീനുണ്ടോ എന്ന് നോക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ.